ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ കായിക്ക ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എറണാകുളത്ത്. ഇവരുടെ മെയിൻ ബ്രാഞ്ച് മട്ടാഞ്ചേരിയിലാണ്. നമ്മളിപ്പോൾ കഴിക്കാൻ വന്നിരിക്കുന്നത് ദർബാർ ഹാളിൻ്റെ അടുത്തുള്ള ഷോപ്പിലാണ്. നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണി, പിന്നെ മട്ടൻ ബിരിയാണി, മൈ ഓൾ ടൈം ഫേവറേറ്റ്, പിന്നെ സൈഡ് ഡിഷായിട്ട് ചിക്കൻ ഫ്രൈ ആണ് പറഞ്ഞത്. ഇവിടെ പ്രോൺസ് റോസ്റ്റും പിന്നെ വേറെ എന്തുണ്ടെന്ന് പറഞ്ഞ് വേറെന്തോ മട്ടൻ ലിവർ ഫ്രൈ ഉണ്ട്, മട്ടൻ ലിവർ റോസ്റ്റും ഉണ്ട് ഇവിടെ സൈഡ് ഡിഷായിട്ട്. അപ്പം ഞാൻ എക്സൈറ്റഡ്, സത്യം പറഞ്ഞാൽ ഇതാണ് വർഷങ്ങളെ ക്ലാസിക് സാധനമാണ് ഇവരുടെ. ഞാൻ പലയിടത്തും കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടില്ല. നമ്മളെ മട്ടാഞ്ചേരി പോകാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ മട്ടൺ. അപ്പോൾ ചിക്കൻ ഫ്രൈ വന്നിട്ടുണ്ട്. ഇത് ചിക്കൻ ബിരിയാണിയാണ്, ഇത് മട്ടൻ ബിരിയാണിയാണ്. മട്ടൻ ബിരിയാണി തുടങ്ങാം. ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. ഇതിൻ്റെ ടേസ്റ്റ് നമുക്കറിയാം, പക്ഷെ എന്നാലും വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നത്. മട്ടൻ ബിരിയാണി, മട്ടൻ്റെ പീസ് കണ്ടോ, ചൂട് കാരണം പിടിക്കാൻ പറ്റുന്നത്. കൈപ്പുള്ളി സൂപ്പർ പീസാണ്, നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. ചൂട് കാരണം പിടിക്കാൻ പറ്റില്ല. ബോണിന്ന് ഇങ്ങനെ വിട്ട് വരും. കുറച്ച് മട്ടൻ ബിരിയാണി നമുക്ക് ട്രൈ ചെയ്തത്. ഇവരിത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് എനിക്കറിയാത്ത. വർഷങ്ങൾക്ക് മുമ്പ് കഴിച്ച സാധനവും ഇന്ന് കഴിക്കുന്ന സാധനവും സെയിം സാധനം. ഇതിൽ തൈരില്ലാത്ത സാലഡാണേ. നല്ല അച്ചാറ് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോഴത്തെ അച്ചാറാണ്. നമുക്ക് ഇത് പുളിയിഞ്ചി എന്നല്ലേ പറയാം. പുളിയിഞ്ചി, ഇതിന് പല പേരുണ്ട്. പുളിഞ്ചാറെന്ന് പറയും. ഇത് ഇങ്ങനെ കഴിക്കണം. പുളിഞ്ചാറും കൂട്ടി ഒരു ചൈൽഡ്ഹുഡിലോട്ട് കൊണ്ടുപോകണം. അങ്ങനെ സാധനം വന്നില്ല, അതിനുമ്പ് തീർന്നു. ഇനി വീണ്ടും വേണം. ചിക്കൻ ബിരിയാണി ടേസ്റ്റ് ആവുക. മട്ടൻ്റെ കൺസിസ്റ്റൻസിയാണ് സത്യം പറഞ്ഞാൽ അടിപൊളി. മട്ടൻ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നത്, നല്ല കുക്ക്ഡായിട്ടുള്ള നല്ല ക്വാളിറ്റി, ഗെയിമി ഫീലൊന്നുമില്ല. നല്ല മട്ടൻ. ചിക്കൻ നോർമൽ നല്ല ടേസ്റ്റുള്ള ചിക്കൻ. ഈ റൈസുമായിട്ട് കഴിക്കുമ്പോഴാണ് തിന്നുന്ന ആ ടേസ്റ്റ് വരണം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മട്ടൻ ബിരിയാണി ഈ സാധനം മട്ടൻ ബിരിയാണിയാണ് പൊളി. ചിക്കൻ ബിരിയാണിനെക്കാളും ഫ്ലേവറും ഒക്കെ ഉള്ള മട്ടനാണ്. മട്ടൻ ഇഷ്ടമായിട്ടായിരിക്കും. നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ഒന്ന് കഴിച്ചു നോക്കാമേ. ഇതിൽ ഗ്രേവി ഉണ്ട്. ചിക്കൻ ഫ്രൈ ആണെങ്കിലും ഇതിൽ മസാല ഉണ്ട്. അടിപൊളി സാധനം. ഇത് ബിരിയാണിയുടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു ഇങ്ങനെ കൺസിസ്റ്റൻസി ആണ്. ആയിക്കൂറ ഫ്രൈ ചെയ്തിരിക്കുന്നു. സൂപ്പർ ചിക്കൻ ഫ്രൈ. നമ്മൾ ട്രിവാൻഡ്രത്തിൽ കിട്ടുന്ന ചിക്കൻ ഫ്രൈയുടെ ഒക്കെ അതേ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ജ്യൂസി, നല്ല ഉഗ്രം മസാല. ഭയ്യ ഇതൊരു ഡെഡ്ലി കോമ്പിനേഷനാണ്. മട്ടൻ ബിരിയാണി, മട്ടൻ്റെ പീസ് ഒരു രക്ഷയില്ല.
വെരി ഗുഡ്. പുതിയൊരു ഡെഡ്ലി കോമ്പിനേഷൻ ഞാൻ കണ്ടുപിടിച്ചു. നമ്മുടെ ചിക്കൻ ഫ്രൈൻ്റെ മസാല, ചോറ്, പിന്നെ ഈ ചിക്കൻ ഫ്രൈ. സത്യം പറഞ്ഞല്ലേ ചിക്കൻ ബിരിയാണിനെക്കാളും ടേസ്റ്റ്, പക്ഷെ ഭയങ്കര എരിവാണ്. നമ്മൾ ട്രിവാൻഡ്രത്ത് ആസാദിൽ നിന്നാണെങ്കിലും കൊച്ചിയിൽ കായീസ് നിന്നാണെങ്കിലും ബിരിയാണിയോടൊപ്പം പൈനാപ്പിൾ ജ്യൂസ് അത് മസ്റ്റാണ്. നല്ല പഴുത്ത പൈനാപ്പിൾ, ഇതൊക്കെ വർഷങ്ങളായിട്ട് അവർ ചെയ്യുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. വളരെ നല്ല ഫുഡായിരുന്നു. ഫുഡിൻ്റെ പ്രൈസ് പറയാം. അപ്പോൾ നമ്മൾ കഴിച്ച മട്ടൻ ബിരിയാണിക്ക് 350 രൂപയാണ് ആയത്. ചിക്കൻ ബിരിയാണിക്ക് 230 രൂപ. ചിക്കൻ ഫ്രൈക്ക് 160 രൂപയും പൈനാപ്പിൾ ജ്യൂസിന് 80 രൂപയാണ് ആയത്. ടോട്ടൽ പ്രൈസ് വന്നിട്ട് 990 റുപ്പീസാണ്. ഇത് പോരാഞ്ഞിട്ട് ഇവിടെ സൈഡ് ഡിഷായിട്ട് പ്രോൺസ് ഫ്രൈയും മട്ടൺ റോസ്റ്റും ഉണ്ട്. പിന്നെ മീൽസ് ഉണ്ടെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബീഫ് റോസ്റ്റും ബീഫ് ഡ്രൈ ഫ്രൈയും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ അവിടെ ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അവൈലബിലിറ്റി എങ്ങനെയാണെന്ന് അറിയത്തില്ല. നല്ലൊരു ബിരിയാണി സ്പോട്ടാണ്. കൊച്ചിയുടെ ഒരു ഐക്കോണിക് ആയിട്ടുള്ളൊരു ബിരിയാണി സ്പോട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യും. അപ്പോൾ ശരി, ബൈ.